6,82,000 രൂപ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഹാഷ് ബാക്ക് വാഹനം, അതും ആധുനിക ടെക്നോളജിയോട് കൂട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂട്ടുള്ള വാഹനം വേണമെന്നുണ്ടെങ്കിൽ അതിന് ഈ കാണുന്ന ടാറ്റയുടെ 2025 മോഡൽ ആൾട്രോസ് മാത്രമേ ഉള്ളൂ. ഇത് ഏറ്റവും പുതിയ ആൾട്രോസ് ആണ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് DCA പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ് ഇന്നെ കൂടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പർ കാണാം. ഇവിടെ വലിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഗ്രിപ്പോട് കൂട്ടുള്ള ഒരു സ്ട്രിപ്പ് കാണാം. അതെന്തായാലും നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര എയറോഡൈനാമിക് ഡിസൈനിലാണ് ഈ ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നത്. ബോണറ്റിൽ കുഴിച്ച് എടുത്തുകൊണ്ടുള്ള ബോണറ്റ് ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴായാലും ഇവിടെ ഫുള്ളായിട്ട് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. നടുക്കായിട്ട് ബ്ലാക്ക് ഫിനിഷിങ് ടാറ്റയുടെ ലോഗോ, നമുക്ക് ഈ താഴെയായിട്ട് ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഗ്രില്ലൊക്കെ 3D ഗ്രില്ല് എന്നാണ് ഇതിനെ ടാറ്റ വിശേഷിപ്പിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഈ ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ. ഒരു ഈ ക്യാമറ യൂണിറ്റിന്റെ അവിടെ ചെറിയൊരു ഗ്രില്ല് കാണുന്നുണ്ട്. നമുക്ക് ഈ ലൈനെ കണ്ടില്ലേ, നല്ല ഒരു വിസിബിലിറ്റി കിട്ടുന്ന തരത്തിലാണ് ആ ഒരു ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കണ്ണിന്റെ പുരുകം പോലെ വാലിട്ട് എഴുതിക്കുന്ന പോലെയാണ് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് പോയിരിക്കുന്നത്. നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റിക്ക് നമ്മളായാലും LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഐസ് ക്യൂബിന്റെ തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു എയർ സ്കൂപ്പ് കാണാൻ സാധിക്കും. അത് നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടുന്ന തരത്തിലാണ് എയറോഡൈനാമിക് ഡിസൈനിലാണ് ഇവിടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വലിയ ഒരു ഗ്രില്ല് കാണാൻ സാധിക്കും. അതിൽ ബ്ലാക്ക് ഫിനിഷിംഗ് അല്ല, നോർമൽ ബ്ലാക്ക് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഒരു മനോഹരം ആയ തരത്തിൽ തന്നെയാണ് ഇതിന്റെ മുൻവശത്തിനെ ടാറ്റ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. കൊള്ളാം. ഇതിന്റെ മുന്നത്തെ ആൾട്രോസിനും നല്ല ഭംഗി തന്നെയായിരുന്നു. ഇതിന് കുറച്ചും കൂടെ ഭംഗി മുൻവശത്തേക്ക് ടാറ്റ കൊടുത്തിട്ടുണ്ട്. നമ്മളിനി വശങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയപ്പെടുക ഈ വലിയ മിറേഴ്സ് ആണ്. ഇത് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ യൂണിറ്റും കാണാം. ഈ ഭാഗത്തൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷിങ് മിററിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു വലിയൊരു സ്ട്രിപ്പായിട്ട് ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പം ഈ ബി പില്ലറിൽ നമുക്ക് നോർമൽ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്രാവശ്യം ഇതിനകത്ത് ഒരു വലിയൊരു മാറ്റം ടാറ്റ കൊണ്ടുവന്നത് ഈ കാണുന്ന ഈ ഡോർ ഹാൻഡിലാണ്. അത് നമുക്ക് കറിവിലക്കുള്ള പോലെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് രാത്രിയൊക്കെ നമുക്ക് ഇവിടെ ഡോർ ഹാൻഡിൽ ഉണ്ടെന്ന് അറിയിക്കാണ്ട് ഇവിടെ ഒരു ലൈറ്റും അവിടെ കൊടുത്തിരിക്കുന്നു. പക്ഷെ ബാക്കിലേക്ക് വന്നപ്പോൾ അതിന്റെ ഹാൻഡിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെയാണ് നമ്മുടെ പെട്രോൾ ടാങ്ക് ക്യാപ്പ് വരുന്നത്. ഇവിടെ ബാക്കിൽ ടൈൽ ലാമ്പ് യൂണിറ്റ് ഇങ്ങനെ വന്ന് അവസാനിക്കുകയാണ്. വാലിട്ട് എഴുതിയ പോലെ അവസാനിക്കുകയാണ്. ഇവിടെയൊക്കെ ഒരു ഗ്രിപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അലോയ് വീൽസ്, ഇത് എയർ ഇൻസെർട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല എയറോഡൈനാമിക് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിയറിൽ ഡ്രം ബ്രേക്കും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടാറ്റയുടെ ലോഗോ അതിന്റെ നടുക്കായിട്ട് കാണാൻ സാധിക്കും. 17 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു കുഴിഞ്ഞിട്ടുള്ള സംഭവം കണ്ടില്ലേ, ഇത് ടാറ്റ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്നൊന്നും ചെളിയൊന്നും അടിച്ചിങ്ങനെ കയറി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് നന്നായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ടാറ്റയിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് വശങ്ങളിലേക്ക് വന്നപ്പോൾ പ്രധാന മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ ഹാൻഡിലാണ്. പിന്നെ വലിയ ഒരു മിറർ ഒരു സെറ്റപ്പും കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് മേലെ ഇത് ഡ്യുവൽ ടോൺ കളറാണ്. മേലെ നമുക്ക് കണ്ടില്ലേ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സൺറൂഫ്, സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിംഗിൽ നമുക്ക് GPS കൺട്രോൾ ആയിട്ടുള്ള ഷാർപ്പിൻ ആന്റിന, അതുപോലെ തന്നെ ഇവിടെ സ്പോയിലർ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ മൊത്തം ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ബ്ലാക്ക് തീമിലാണ് ഈ ഭാഗം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസിന്റെ ചുറ്റൊക്കെ ബ്ലാക്ക് തീം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ബ്ലാക്ക് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് പക്ക ബ്ലാക്ക് ഫിനിഷിംഗ് ക്രിസ്റ്റൽ ഗ്ലാസിന്റെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ടാറ്റയുടെ ആ ലോഗോയും റിവേഴ്സ് ക്യാമറയുടെ ആ ക്യാമറ യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച് ഇതിനകത്താണ്, ചെറിയൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബ്ലാക്ക് ഫിനിഷിംഗ് ഇവിടെ 2 പാർട്സ് വേറെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, എയർ വൈപ്പർ, ഡിഫോഗർ, പിന്നെ ടാറ്റയുടെ ലോക്കൽ എന്ന സ്റ്റിക്കർ. അത് ടാറ്റയുടെ വാഹനത്തിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ആൾട്രോസ് എന്ന ആ ഒരു ലെറ്റേഴ്സ് വലിച്ചു നീട്ടി വെച്ചിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് അവിടെ കാണാൻ സാധിക്കും. പിന്നെ 2 റിഫ്ലക്ടർ അപ്പുറപ്പുറം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു റിവേഴ്സ് ലൈറ്റ് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ബമ്പർ നമുക്ക് വരുന്നത് പ്ലാസ്റ്റിക്കിന്റെ ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡെക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ സ്വിച്ച് കുഞ്ഞ സ്വിച്ചാണ്, കണ്ടില്ലേ പൊന്തി വരും. നമുക്ക് ഒരു പാഴ്സൽ ട്രേ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു കുഴിയിലേക്ക് വെക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. അത് മുമ്പത്തെ ആൾട്രോസിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഇതെല്ലാം ഹാച്ച് ബാക്ക് വാഹനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. 345 ലിറ്റർ ആണ് നമുക്ക് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. നമുക്ക് സീറ്റ്
64 ആയിട്ട് മറയ്ക്കാൻ പറ്റില്ല. ഒറ്റ സിംഗിൾ ഒരു സെറ്റപ്പിലാണ് സീറ്റ് മറയ്ക്കാൻ സാധിക്കുക. സീറ്റ് മറയ്ക്കണമെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു രണ്ട് സംഭവമുണ്ട്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് മറിഞ്ഞു പോകും. ഈ പാൾസർ ഡ്രൈവ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ കിട്ടും. അത് കിട്ടണമെങ്കിൽ ബാക്കിൽ ആളിരിക്കണില്ലെങ്കിൽ മാത്രമാണ് കിട്ടുക. സ്റ്റെപ്പിനും ടയറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. പണ്ടൊക്കെ ടാറ്റയുടെ വാഹനം ഡിക്കി അടയ്ക്കുമ്പോൾ വലിയൊരു ഭീമാകാരമായ ശബ്ദം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അതൊക്കെ പോയി നല്ല നൈസ് ശബ്ദമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ നമുക്ക് എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. ഈ ഡോറ് 90 ഡിഗ്രിയിൽ തുറന്നു വയ്ക്കാൻ പറ്റുന്ന ഒരു ഡോർ സംവിധാനമാണ് ടാറ്റയിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായ ആൾക്കാർക്കും അതുപോലെ തന്നെ വണ്ണുള്ള ആൾക്കാർക്കും സുഖമായിട്ട് കയറിപ്പോ. പക്ഷെ അതിനൊരു നെഗറ്റീവ് വശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഒക്കെ ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇതിങ്ങനെ വലിച്ച് അടയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ എന്നെ പോലത്തെ യുവാക്കളൊക്കെ ആണെങ്കിൽ ഇത്രയും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. പ്രായമുള്ള ആൾക്കാർ കയറുമ്പോൾ അതുപോലെ വണ്ണം ആൾക്കാർ കയറുമ്പോൾ 90 ഡിഗ്രി തുറന്നു വെക്കാൻ പറ്റുന്ന ഇതിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡോറിൽ നമുക്ക് സ്പീക്കേഴ്സ് ട്യൂട്ടർ കൊടുത്തിരിക്കുന്നു. നമുക്ക് 4 ട്യൂട്ടറും 4 സ്പീക്കറാണ് വരുന്നത്. ബോട്ടിൽ ഹോൾഡർ, അംബ്രല ഹോൾഡർ എല്ലാം കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ബീജ് കളറിന്റെ സംവിധാനങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടച്ചാലോ. നമ്മൾ ഈ ആൾട്രോസിന്റെ റിയർ സീറ്റില് നല്ല സ്പേഷ്യസ് ആണ്. അതായത് 3 പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ 5'7" നീളമുണ്ട്. എന്റെ ഹൈറ്റിന് കണ്ടില്ലേ, ഇത്രയും നമുക്ക് ഹെഡ് റൂം കൂടെ വരുന്നുണ്ട്. ഇവിടെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തൈ സപ്പോർട്ട് ആയാലും നല്ല തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഗ് സ്പേസ് ആയാലും നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, സാധാരണ ഈ ഹാച്ച് ബാക്ക് വാഹനങ്ങളിൽ AC വെന്റ് റിയൽ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു മഹേന്ദ്ര 3XO ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അഡ്ജസ്റ്റബിൾ കൊടുത്തിട്ടുണ്ട്. 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പോക്കറ്റ്സ് നമുക്ക് സീറ്റിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ സെന്റർ ടണലിന് ഹൈറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഈ നടുക്കിരിക്കുന്ന ആൾക്കും സുഖമായിട്ട് ഇതിനകത്ത് ഇരിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 3 പേർക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ നമുക്ക് ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 പേർക്കാണ് പോകണമെങ്കിൽ സുഖമായിട്ട് ഇത് നമുക്ക് തുറന്നു വെച്ചിട്ട് പോവാം. അഥവാ നമ്മൾ ഇനി 3 പേരാണെങ്കിൽ, ഇപ്പോ ഞാൻ പോയിട്ടിരുന്നു ഇത്രയും സീറ്റിൽ നടുക്ക് ഇവിടെ ഒരാളിരുന്നു. അപ്പോൾ ഇവിടെ സെന്റർ ടണൽ ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ആൾക്കും സുഖമായിട്ടിരിക്കാം. ഇവിടെയും ഒരാൾക്ക് സുഖമായിട്ട് ഇരുന്നിട്ടും പിന്നെയും സ്പേസ് ഉണ്ട്. 3 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് യാത്ര ചെയ്യാം. അപ്പൊ ഇത് പക്ക ഒരു 5 സീറ്റർ വാഹനമാണ് നമുക്ക് പറയാം, ഡ്രൈവർ അടക്കം. ഇത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയന്റിലും വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റയെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. 5 സ്റ്റാർ സേഫ് റേറ്റിംഗ് കിട്ടിയ ആൾട്രോസ് ആണ് നമുക്കറിയാം. ഞാനിപ്പോ ഇരിക്കുന്നത് ഡ്രൈവർ സീറ്റിലാണെന്ന് മനസ്സിലായല്ലോ. ഭയങ്കര ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതായത് നമുക്കൊരു പ്രീമിയം ഫീൽ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടും. ഇതാണ് നമുക്ക് ഇതിന്റെ സ്മാർട്ട് കീ വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഡിക്കി ഓപ്പൺ ചെയ്യാം, ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാം, അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക് സാധനങ്ങളൊക്കെ പിയാൻ ബ്ലാക്ക് ഫിനിഷിലാണ് അതിന്റെ സംഭവവികാസങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഇവിടെ ഇട്ട് വെക്കാം. അപ്പോൾ നല്ലൊരു SUVക്ക് അല്ലെങ്കിൽ SUVയേക്കാൾ നല്ല മികച്ച രീതിയിലാണ് ഇതിന്റെ ഇന്റീരിയറിനെ ടാറ്റ ഒരുക്കി നല്ല മനോഹരമാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ടാറ്റയുടെ ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് ലോഗോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് ഞാൻ ടാറ്റയുടെ ഇപ്പൊ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും പറയാറുണ്ട്, വാഹന ലോകത്തേക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു സംഭാവനയാണ് ഈ ഒരു സെറ്റപ്പ് സ്റ്റിയറിംഗ് വീല്. അതുപോലെ തന്നെ ഈ ഇലുമിനേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാണ് ഇതിന്റെ ഹോൺ വരുന്നത്. അത് നമുക്കിവിടെ ബ്ലൂടൂത്ത് കാര്യങ്ങൾ, അതുപോലെ തന്നെ വയർലെസ് ഫോണിന്റെ സംഭവങ്ങൾ, സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വോളിയം ബട്ടൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ബീജ് കളറിലാണ് ഇതിന്റെ സ്റ്റിയറിംഗിന്റെ ഈ കളേഴ്സും കൂടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെയും ഒരു പിയാൻ ബ്ലാക്ക് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ സ്വിച്ച് പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു റൗണ്ട് സ്റ്റിയറിംഗ് വീൽ അല്ല. നമുക്ക് ഇവിടെ കുറച്ച് ഒന്ന് സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പെഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലസ് മൈനസ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് 26.03 സെന്റിമീറ്ററിന്റെ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു SUVക്ക് സമാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കാണുന്ന ഈ ഹാച്ച് ബാക്ക് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നു. ഇതാണല്ലോ നാവിഗേഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ പ്രഷർ മോണിറ്ററിങ് കാര്യങ്ങൾ, സിസ്റ്റം എല്ലാം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാണുന്ന ഡിസ്പ്ലേ ഇത് നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് എയർ പ്യൂരിഫയറും കാര്യങ്ങളും അങ്ങനെയുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള 26.03 സെന്റിമീറ്ററിന്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ആംബിയൻ ലൈറ്റ് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഗ്രിപ്പോട് കൂടി, അതായത് സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ ആണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ AC വെന്റ്, വലിയ AC വെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ട്യൂട്ടർ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ടാറ്റയുടെ ഈ ഗ്ലോ ബോക്സിനകത്ത് എന്തെങ്കിലും ആനിമൽസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു ആനിമൽ മയിലാന്ന് തോന്നിട്ടോ.
അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ AC-യുടെ ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോളിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ വ്യൂ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മള് റിവേഴ്സ് എടുക്കുന്ന സൗണ്ട് വരുന്നത്. ഇതിൽ 2D 3D കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, അടിപൊളിയുണ്ടല്ലേ, കൊള്ളാം. പിന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റും 65 വോൾട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ഇവിടെ ഒരു നോർമൽ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ DCA ഗിയർ ബോക്സിന്റെ ലിവർ കാര്യങ്ങളൊക്കെ, ലിവർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ജസ്റ്റ് ഒരു ഷിഫ്റ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ PM ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 കപ്പ് ഹോൾഡർ, ഇവിടെ നമുക്കൊരു ഹാൻഡിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റണമെങ്കിൽ നന്നായിരുന്നു. ഇങ്ങനെ നമുക്ക് നീക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എമർജൻസി കോളിംഗ് ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അല്ലേ, ഇതൊക്കെ നന്നായിട്ടുണ്ടല്ലേ. പിന്നെ നമുക്ക് ഇവിടെ വലിയ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സിംഗിൾ പെൻ സൺറൂഫ് വരുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ടല്ലേ. അപ്പോൾ ടോട്ടൽ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. നല്ല തൈ സപ്പോർട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബാക്കിലത്തെ പോലെ തന്നെ ഇവിടെ നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നല്ല ടാറ്റയുടെ തന്നെ ഹാരിയറിലൊക്കെ കാണുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ടാറ്റ ഒരുക്കി മനോഹരമാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ടാറ്റയുടെ വാഹനങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ബോണറ്റിന്റെ ഈ വെയിറ്റ്. ഓക്കെ, നല്ല വെയിറ്റ് ആണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാതെ ഇതിന്റെ ഫ്രണ്ടിലത്തെ ആ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ. ഇതിന്റെ എഞ്ചിൻ വരുന്നത് 1.2 ലിറ്ററിന്റെ റെവോട്രോൺ എഞ്ചിനാണ് വരുന്നത്. അതായത് ഇതിനു മുമ്പ് വന്നിരുന്ന ആൾട്രോസിന്റെ അതേ സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. നമുക്ക് 115 NM ടോർക്കാണ് ഇതിനകത്ത് ഉത്പാദിപ്പിക്കുക, 3500 RPM. അതുപോലെ തന്നെ 88 PS പവറാണ് 6000 RPM. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എഞ്ചിൻ സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഡീസലിലേക്ക് വരുമ്പോൾ 1.5 ലിറ്ററിന്റെ എഞ്ചിനാണ് വരിക. ഇത് പെട്രോൾ DCA വാഹനമാണ്. അപ്പോ ഇതൊക്കെയാണ് പുതിയ 2025 മോഡൽ ടാറ്റ ആൾട്രോസിന്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിന്ന് കാണിച്ചൊരു വാക്കറൗണ്ട് വീഡിയോ ആണ്. അപ്പൊ ഇത് വിശദമായിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വാഹനത്തിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.